ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ക്രീപ്പ് പേപ്പർ കൊണ്ടാണ്. അപ്പോൾ മെയിനായിട്ട് ക്രീപ്പ് പേപ്പർ കൊണ്ട് എന്താ ഫ്ലവർ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റോസ് ഫ്ലവറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രീപ്പ് പേപ്പർ ഇതുപോലെ തന്നെ ആദ്യം മടക്കിയെടുക്കുക. ആദ്യം ഞാനിതുപോലെ സ്ക്വയറായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് ഓരോന്ന്. അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് ഒരു സർക്കിളായിട്ട് ഇത് മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഞാനിവിടെ 30 പെറ്റൽസൊക്കെയാണ് എടുത്തേക്കുന്നത് ക്രീപ്പ് പേപ്പർ കൊണ്ട്. അപ്പോൾ ഞാൻ ഈ പേപ്പർ കപ്പ് കൊണ്ടാണ് ആദ്യം ഇത് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കാണില്ലേ പേപ്പർ കപ്പിൽ ഇങ്ങനെ ഫെവിക്കോൾ തേച്ചിട്ട് പിന്നെ അതിൽ ഓരോരോ ഇതായിട്ട് വെക്കുന്നത്, അത് ടിഷ്യൂ പേപ്പർ കൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്രീപ്പ് പേപ്പർ, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൽ ഇതുപോലെ കാണുന്ന രീതിയിൽ ഫെവിക്കോൾ തേച്ചിട്ട് വേണം ആ ക്രീപ്പ് പേപ്പർ വയ്ക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നിട്ട് നിങ്ങൾ ഫെവിക്കോൾ ഇതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറെങ്കിലും മാക്സിമം വെക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അത് ചിലപ്പോൾ കീറിപ്പോരും. ഈ ക്രീപ്പ് പേപ്പർ ഭയങ്കര തിന്നാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് എടുത്താൽ മതിയേ. അപ്പോൾ ഇവിടെ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഒരു 30 പെറ്റൽസൊക്കെയാണ് ഏകദേശം ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നടുവിലൊക്കെ ശരിക്കും അതിൻ്റെ ഒരു ഗ്യാപ്പ് കാണാൻ കണ്ടോ. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ലുക്ക് ഉണ്ട് റോസിൻ്റെ ശരിക്കും. എന്നിട്ട് ഇവിടെ പേപ്പർ കപ്പിൽ മൊത്തം ആ ത്രെഡ് ചുറ്റി കൊടുക്കുക. അതും ഫെവിക്കോള് തേച്ചിട്ടാണ് കേട്ടോ ചുറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ അതിലത് തേക്കുന്നത് കാണിക്കാണ്ടാണ്. അപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. സോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്, അതും ക്രീപ്പ് പേപ്പർ കൊണ്ട്. ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്തൊരു ക്രാഫ്റ്റ്.